എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള ഭാഗത്ത് വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളിൽ രണ്ടാമത്തേത് കർത്താവിനുള്ള സ്തുതിയാൽ കവിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയം. ഏദൻ എന്ന പർദീസയിലായിരുന്ന ഹവ്വയെ സാത്താനാകുന്ന പാമ്പ് വശീകരിച്ച് ദൈവത്തോട് അവിശ്വാസവും അനുസരണക്കേടും കാണിച്ചതിലൂടെ ഹവ്വയുടെ അശുദ്ധമാക്കപ്പെട്ട മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രതീകമായി ഹവ്വയുടെ മൂത്ത മകനായ കയീൻ ദുഷ്ടനായിത്തീർന്നു. അവൻ യഹോവയ്ക്ക് ബലി അർപ്പിച്ചുവെങ്കിലും മനസ്സിൻ്റെ ദുഷ്ടത മൂലം യഹോവയ്ക്കത് സ്വീകാര്യമായില്ല. അവൻ്റെ സഹോദരനായ ഹാബേലിൻ്റെ ബലിയിൽ യഹോവ പ്രസാദിച്ചതുകൊണ്ട് തൻ്റെ സഹോദരനെ തന്നെ വകവരുത്തി കയീൻ ദൈവത്തോടുള്ള തൻ്റെ പക തീർത്തു. പിന്നീട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ആദാമിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും സൃഷ്ടിക്കപ്പെട്ട ശേത്തിൻ്റെ തലമുറയായ ദൈവത്തിൻ്റെ മക്കളും കയീൻ്റെ തലമുറയിലെ മനുഷ്യരുടെ മക്കളും തമ്മിൽ വിവാഹബന്ധമുണ്ടായതിലൂടെ തലമുറയിലേക്ക് പാപം വ്യാപിച്ചു. പാപത്തിന് രക്തം ചീന്തിയല്ലാതെ വിമോചനമില്ലാത്തതിനാൽ ജീവദാതാവായവൻ തൻ്റെ ജീവൻ നൽകി അഥവാ രക്തം ചീന്തി തന്നിൽ വിശ്വസിക്കുന്ന മാനവജാതിയെ പുത്രൻ്റെ മണവാട്ടിയായ തിരുസഭയായി പുതിയ നിയമജനത്തെ സ്വീകരിച്ചു. അവിടുത്തെ ഭരണത്തിന് കീഴിൽ രാജ്ഞിയായി വാഴുവാനുള്ള അവകാശം നൽകി. അതെ, പാപം ചെയ്ത് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന യഹൂദജനത്തിൻ്റെ രക്ഷയ്ക്കായി മൊർദെഖായിയുടെ വളർത്തുപുത്രിയായ എസ്തേർ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ വാണതുപോലെ അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിക്ക് നേരെ പൊൻചെങ്കോൽ നീട്ടി യഹൂദന്മാർക്കെതിരെ ശൂഷൻ രാജധാനിയിൽ പ്രവർത്തിച്ച ശത്രുക്കളെ നശിപ്പിക്കുകയും യഹൂദന് രക്ഷ നൽകുകയും മൊർദെഖായിയെ രാജാസനത്തിൽ രണ്ടാമനായി ഉയർത്തുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ യഹൂദന്മാരും ശൂഷൻ പട്ടണവും ആർത്തു വിളിച്ചു. ഈ ഭൂമിയിൽ സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തിന് പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും പുത്രനിലൂടെ പാപമോചനവും ലഭിച്ചപ്പോൾ ഹാമാനിൽ നിന്നും അവൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട യഹൂദന്മാരും ശൂഷൻ പട്ടണവും ആർത്തു വിളിച്ചതിൽ എത്രയോ മടങ്ങ് സ്വർഗീയ മാലാഖമാർ കർത്താവിനെ നിരന്തരം സ്തുതിക്കുന്നത് പോലെ ദൈവരാജ്യമെന്ന മണിയറയിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവാകുന്ന മണവാളനോടൊപ്പം ജീവിക്കുവാൻ യോഗ്യത തന്ന കർത്താവിനെ, നമ്മുടെ പാപങ്ങൾ മോചിച്ചവനെ, നമ്മെ രക്ഷിച്ചവനെ, നമ്മുടെ അതിക്രമങ്ങൾക്കായി അടിയേറ്റവനെ, നമ്മുടെ തിന്മയുടെ കുരിശിനെ പേറിയവനെ, നമുക്ക് പകരമായി ചാട്ടവാർ അടിയേറ്റവനെ, ആദ്യത്തെ ആദാം നഷ്ടപ്പെടുത്തിയ മഹത്വം മൂലം നഗ്നനായെങ്കിൽ ആ മഹത്വം ആദാമ്യ സന്തതിക്ക് തിരികെ നൽകുവാനായി സ്വന്തം മാതാവും മറ്റു സ്ത്രീകളും നോക്കി നിൽക്കെ നഗ്നനായി കുരിശിൽ 3 മണിക്കൂർ കിടന്നവനെ, കടലിൻ്റെ അഗാധത്തിലേക്ക് തന്നെ എടുത്തിട്ടാൽ സമുദ്രം അടങ്ങുമെന്നും താൻ മൂലമാണ് നിങ്ങൾക്കിതൊക്കെയും സംഭവിച്ചതെന്നും യോന പറഞ്ഞപ്പോൾ ആദാമിൻ്റെ ലംഘനത്തിന് പകരമായി 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി അടക്കപ്പെട്ടവനെ നാം എത്രമാത്രം സ്തുതിക്കേണ്ടതാണ്. ഇനിയും പാപത്തിലും സാത്താൻ്റെ അടിമത്തത്തിലും വീഴാതെ വണ്ണം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നമ്മെ അവിടുത്തെ ഉള്ളിലും അവിടുന്ന് നമ്മുടെ ഉള്ളിലും വസിക്കുന്നവനെ നാം വാഴ്ത്തി സ്തുതിക്കേണ്ടയോ? അവിടുന്ന് സ്ഥാപിച്ച രാജ്യത്തിൽ നമ്മെ ചേർത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവിടുത്തെ നീതിയും പിമ്പിൽ അവിടുത്തെ വിശുദ്ധിയും ഇടത്തും വലത്തും ദൂതന്മാരെയും ഉള്ളിൽ മനുഷ്യാത്മാവുമായുള്ള ബന്ധത്തിൽ ആത്മാവായ ദൈവവും നിറഞ്ഞ് വിശ്വാസിയെ വഴി നടത്തുന്ന സത്യേക ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരുമോ? അവിടുന്ന് അവിടുത്തെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അബ്രഹാമിൻ്റെ വിശ്വാസം തലമുറകളിലൂടെ പകർന്നു തന്ന് നമ്മെ വീണ്ടെടുത്ത് കർത്തൃപ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നത് പോലെ നമുക്കാവശ്യമുള്ള അപ്പം അന്നെന്നും എന്നെന്നും തന്ന് പോറ്റിപ്പുലർത്തുന്നവനെ നാം സ്തോത്രം ചെയ്യേണ്ടയോ? നിൻ്റെ ഒരു വശത്ത് 1000-ങ്ങളും മറുവശത്ത് 10,000-ങ്ങളും വീഴുമാറാക്കിയവനെ നാം സ്തുതിക്കേണ്ടയോ? നമുക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായി വസിക്കുവാൻ സഹായിക്കുന്നവനെ സ്തോത്രം ചെയ്യേണ്ടയോ? കലവറയില്ലാത്ത ആകാശത്തിലെ പറവകളെയും അധ്വാനിക്കാത്ത വയലിലെ താമരയെയും ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെയും ചമയിക്കുന്നവൻ
അവയേക്കാൾ എത്രയധികം വിശേഷതയുള്ളവരായി തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവരെയും തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ പുലർത്തുന്നവനെ നമുക്കും സ്തുതിക്കാം. അവിടുന്ന് സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കുകയുമില്ല. നാം എന്ന മണവാട്ടിയാകുന്ന തിരുസഭയിലെ വിശ്വാസികൾ കൂട്ടമായി ഒന്നുചേർന്ന് പരസ്പരം സ്നേഹത്തോട്, വിശുദ്ധിയോട്, സ്നേഹവാനും നീതിമാനും വിശുദ്ധനുമായ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. പ്രിയരെ, അത് യുക്തവും ന്യായവുമാകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.